ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചക്കപ്പുഴുക്കായാലോ? ചക്കപ്പുഴുക്ക് മാത്രമല്ല കേട്ടോ, അതിന് സ്പെഷ്യലായിട്ടൊരു മുളക് ചമ്മന്തി ഉണ്ട്. അപ്പോൾ വാ, നമുക്ക് പോയി ചക്ക വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ചക്ക നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലാക്കി അടുപ്പിൽ വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചക്കയിൽ നിന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. അരപ്പിനാവശ്യമായിട്ട് അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം 1/4 ടീസ്പൂണ്, കാന്താരിമുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെളുത്തുള്ളി 3-4 അല്ലി, ഉള്ളി ഒരു 3 എണ്ണം, കുരുമുളക് ഒരു 3 എണ്ണം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അരച്ചിട്ട് വരാം. ചക്കയിൽ നിന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. നല്ലവണ്ണം ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ചക്ക ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു സ്പെഷ്യൽ മുളക് ചമ്മന്തി കൂടി അരയ്ക്കാം. അതിനാവശ്യമായിട്ട് 5-6 വറ്റൽ മുളക്, 4-5 ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ ഇവയെല്ലാം കൂടെ വഴറ്റി ഉപ്പ് ചേർത്ത് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചക്കയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ചക്കയ്ക്ക് കൂട്ടാനായിട്ട് മുളക് ചമ്മന്തി മാത്രമല്ല കേട്ടോ, ബീഫ് കറിയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.